എടാ എടാ ചെള്ളിച്ചെർക്കാ എങ്ങടാടാ ചാടണേ? ഇവിടെ നിക്കാൻ പറ്റ അനക്ക് നിക്കാതെ മതിൽ കയറി എടാ മതിൽ ചാടാൻ നിക്കുമ്പോൾ ഇങ്ങനെ ചാലിയാടി ചളിയാണ് അടിക്കലല്ലോ തെറിക്കലല്ലേ. കാക്കാ മതി മതി നിക്ക് 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 ആദ്യം ചെങ്ങാട് ഇറങ്ങി. എന്ത് താങ്കാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? ഞാൻ തേക്കല്ല എന്നെ പിടിച്ചാനാ വന്ന്. ദാ പിന്നെ ആദ്യം ഇങ്ങോട്ട് ഇറങ്ങി ബാക്കി പിന്നെ പറയാം. ഉപദേശിക്കാനേക്കാരല്ലേ? ആ ഇതേമാതിരി ഞാൻ 100 റുപ്യ കട വാങ്ങി മതിൽ കയറി ഒറ്റ ചാട്ടം. വീട്ടിലെത്തിയോ? എത്തിയെന്നോ ചാടിയതും അവിടെ കടന്നു. പിന്നെ മന്നക്കിളി പറഞ്ഞുണ്ട്. നോക്കുമ്പോൾ മന്നക്കിളിയല്ല കോയാക്കാൻ്റെ സ്കൂട്ടറിന്. പിന്നെ കയ്യിലുണ്ടായ 100 റുപ്യ 1000 റുപ്യായി. എനിക്ക് പഠിച്ചാലും പറ്റും ഒന്നിനും പറ്റ ആകെയുള്ള ഒരു ഉപകാരം 30 കിലോ 36 കിലോ ആയി. അത് നല്ല കാര്യമല്ലേ? ഒരു മനുഷ്യനിക്ക് എത്ര രൂപ മുടക്കിയിട്ടാണ് കിലോ കൂട്ടണേ? എനിക്കൊന്നും 1 രൂപ മുടക്കാതെ 6 കിലോ കൂടിയത്. എനിക്ക് തടിയല്ലേ വേണ്ട ബോഡിയാ വേണ്ട. ബെല്ലടിച്ചു. ഇജ് മുജീബ്സ്ഥാന്റെ ക്ലാസ്സിലല്ലേ? ഇച്ചോടത്ത് പഠിച്ചണ്ട. അജ് പഠിക്കാത്തോണ്ടാ. എപ്പോ നോക്കിയാലും എനിക്ക് തലക്ക് മേട്ടം കെട്ടണം. എപ്പോ നോക്കിയാലും കളി തന്നെ. കളിച്ചിന് പാട്ട് കളിച്ചന്നെ വേണ്ടേ? കളിച്ചണം, നല്ലോണം കളിച്ചണം. ആ ഗ്രൗണ്ടില് ഗ്രൗണ്ടിന്റെ കാതൊക്കെ അറിയണ്ട. നേരത്തെ കുപ്പായ മാറ്റി പോയാൽ മുത്തബിക്കയും അൻസിഫ്കയും കളിച്ചിട്ടുണ്ടാവും. പിന്നെ മനുഷ്യന് പന്ത് തൊടാൻ കിട്ടൂല. അല്ല ഇജ് പോയിട്ട് എന്താ കാട്ടുന്നത്? സ്കൂളിൽ പോവും, അതല്ല വൈബ്. കളി നടക്കും. പിന്നെ ഇപ്പൊ സ്കൂളിൽ പോകാന്നാലും കളിച്ചാലും 10ാം ക്ലാസ്സിൽ ഫുൾ ആപ്സ് ഉറപ്പാ. അല്ല അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പഠിക്കണം. കണ്ടോ ഇപ്പൊ തന്നെ എനിക്കൊരു ലക്ഷ്യമില്ല. ഇവിടെ നിന്നാ എനിക്ക് ഹാഫിളാവാ ആലിമാവാ കുറെ പേരെ ഈമാനിലേക്ക് കൊണ്ടുവരാം. അതിനോട് എനിക്കെന്താ ഗുണം? ഇജ് ഈ ലോകത്ത് ടോപ്പ് ലെവലിലാരാണെന്ന് അറിയോ? ഇജ് പറയുന്ന മെസ്സിയും റൊണാൾഡൊക്കെ അല്ലേ? അതിൻ്റെടാ ഞാൻ പറയണേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാണ് ഈ ലോകത്ത് ടോപ്പ് ലെവലിൽ. അല്ല എൻ്റെ മെസ്സിയും വെല്ലിപ്പൊന്നല്ല. എന്തായാലും എനിക്കടിയും കുത്തും കൊള്ളാൻ വെച്ച. ഇജ് ജ്വല്ലറി പോയിട്ടുണ്ടോ? പിന്നല്ലാതെ കൊറേ ബലൂടെ കിട്ടൂലേ? ആ അവിടുത്തെ സ്വർണം കണ്ടിട്ടുണ്ടോ? ആ അങ്ങനെ ഉണ്ടായെന്നറിയോ? അറിയില്ല. ഇതൊക്കെ ഭൂമിന്റെ അടിയിൽ നിന്നാണ് എടുക്കുന്നത്. ഭൂമിന്റെ അടിയിൽ നിന്ന് മണല കിട്ടണേ? എന്നിട്ടാണ് ഇജ് സ്കൂൾ അടിക്കാൻ പോണേ? ഭൂമിന്റെ അടിയിൽ നിന്ന് ആദ്യം സ്വർണം എടുക്കും. അതെല്ലാം എന്നിട്ട് കേക്ക് വൃത്തിയാക്കും. എന്നിട്ട് ഷേപ്പിലാക്കി ജ്വല്ലറി കൊണ്ടുകൊടുക്കും. മണ്ണലായപ്പോൾ ആരും വരുവനെ. സ്വർണ്ണമായപ്പോൾ എത്ര ആൾക്കൾ വരുന്നേ? അപ്പൊ ഇത് ഹാഫിളും ആലിമ എന്താ ബന്ധം? ഇതേമാതിരിക്കന്നെ നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് പഠിപ്പിൽ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് കൊടുന്ന് ചേർക്കും. ഇവിടുന്ന് ഹാഫിളും ആലിമുമായി തിരിച്ചു പോകും. നിങ്ങൾ പറഞ്ഞ സത്യക്കാണോ? ആ വല്ലാഹി സത്യം. മാനേജോടെങ്കിലും എഴുതി വെച്ചാ. എന്താ ഞാൻ പോണില്ല, ഞാൻ ഇവിടെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ് നിജോടെ നല്ല എനിക്ക് പഠിച്ചോ. അല്ല മനുഷ്യന്മാരെങ്ങനെ മുസ്ലിമാക്ക? പഞ്ചായത്ത് പോയി അപേക്ഷിക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരാളെ കൈപിടിച്ച് ദാവത്ത് ചെയ്ത് ഷഹാദത്ത് കലിമ പറഞ്ഞെടുത്താൽ മതി. ദാവത്തോ? അതേത് പുതിയ ഐറ്റം? ദാവത്തിന് വേണ്ടിയാണ് ഈ കോളേജ് വരെ ഉണ്ടാക്കിയത്. ദാവത്ത് എന്നാൽ അള്ളാഹുവിലേക്ക് വിശ്വസിപ്പിക്കുക. അങ്ങനെ പഠിച്ച അത് പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും ഞായറും ചൊവ്വയും അസറിന് ശേഷം പള്ളിയിൽ വന്നാൽ മതി. അവിടുന്ന് കുറേ എനിക്ക് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ്. ഇനി മുതൽ ഞാൻ എൻ്റെ ഹൃദയം നന്മ കൊണ്ട് കുളിപ്പിക്കും, ഖുർആൻ കൊണ്ട് പൊതിയും, ദാവത്തോണ്ട് മൂടും. മാഷാ അല്ലാഹ്. നമ്മൾ രണ്ടാളും കൂടെ നിൽക്കണ തോല് വരും. വേഗം ഓടിക്കോ. അല്ല ചാടി പോകാനും വേണ്ടി എൻ്റെ ബാഗിൽ നിന്ന് കുറച്ച് പൈസ എങ്ങോട്ടാ പോണേ? പാടുന്ന